കോതമംഗലത്ത് മുനിസിപ്പൽ മാർക്കറ്റിന്റെ വികസന സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നവീകരണ പ്രവർത്തനമാണ് മുനിസിപ്പാലിറ്റി നടപ്പാക്കിയിട്ടുള്ളതെന്ന് ആരോപണം. ബഹുനില മാർക്കറ്റ് കോംപ്ലക്സ് നിർമ്മിക്കാനുള്ള ആലോചന അട്ടിമറിച്ചാണ് വെറുമൊരു ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനു പിന്നിൽ അഴിമതിയുണ്ടെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് ജിജോ പൗലോസ് ആരോപിച്ചു. ഒരാഴ്ച മുമ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്ത മാർക്കറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ടാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഷീറ്റ് മേഞ്ഞ ഒരു ഷെഡ് മാത്രമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ആധുനിക രീതിയിൽ നവീകരിച്ചു എന്ന അവകാശവാദം പ്രഹസനമാണ്. ടോയ്ലറ്റ് സൗകര്യം പോലും ഇവിടെയില്ലെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് ജിജോ പൗലോസ് പറഞ്ഞു. ഒരു ആധുനിക മാർക്കറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്തു എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ആധുനികമായിട്ട് യാതൊന്നുമില്ല. ഒരു ടോയ്ലറ്റ് പോലും അവിടെ പണി തീർത്തിട്ടില്ല. വരുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന നൂറുകണക്കിന് തൊഴിലാളികളുണ്ട്. അവർക്കൊക്കെ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അതിനൊന്നും ഉള്ള സൗകര്യമൊന്നും ഇല്ലാത്ത രീതിയിലാണ് അത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. വളരെ ഒരു നിരീക്ഷണപാഠമില്ലാത്ത അതായത് ഒരു വികസനം ലക്ഷ്യമല്ലാത്ത രീതിയിലാണ് ആ ഫണ്ട് ചെലവാക്കി കളഞ്ഞിരിക്കുന്നത്. ദീർഘവീക്ഷണമില്ലാത്ത നിർമ്മാണ പ്രവർത്തനമാണ് മുനിസിപ്പൽ മാർക്കറ്റിൽ നടത്തിയത്. ബഹുനില മാർക്കറ്റ് കോംപ്ലക്സ് നിർമ്മിക്കാനാണ് മുമ്പ് ആലോചിച്ചിരുന്നത്. അതിനു പകരമാണ് ഇപ്പോൾ ഷെഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഭാവിയിൽ വികസന പദ്ധതി നടപ്പാക്കാനുള്ള സാധ്യത കൂടി ഇതോടെ ഇല്ലാതായെന്നും ജിജോ പൗലോസ് ചൂണ്ടിക്കാട്ടി. മാർക്കറ്റ് ഒരു വലിയ ഒരു ബിൽഡിംഗ് പണിയാനായിട്ട് ഇരുന്ന ഒരു മാർക്കറ്റ് ഒരു ചെറിയ തോതിൽ ലക്ഷങ്ങൾ ചെലവാക്കി അത് ജനങ്ങൾക്ക് വലിയ പ്രയോജനപ്രദമല്ലാത്ത രീതിയിൽ പണി തീർത്തിരിക്കുകയാണ്. വികസനം മുരടിപ്പാണ്. ഇനി നമുക്കത് പൊളിച്ചു മാറ്റുന്നതിനൊക്കെ നമ്മൾ ഈ ലക്ഷങ്ങൾ മുടക്കിയിട്ട് അത് പൊളിച്ചു മാറ്റി ഒരു വലിയ ബിൽഡിംഗ് പണിയാൻ ഇനി സാധിക്കില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പണിയാണ് അവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. GTV ന്യൂസ് കോതമംഗലം.